മഴതോറും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വൈജയന്തിയും ബാലചന്ദ്രനും തമ്മിലുള്ള ആ ഒരു പോരും മുറുകിക്കൊണ്ടേയിരിക്കുകയാണ്. എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിലും വൈജയന്തിയുടെ ആ ഒരു ദേഷ്യത്തിലോ അഹങ്കാരത്തിലോ ഇപ്പോഴും ഒട്ടും തന്നെ കുറവ് വന്നിട്ടില്ല. ഏട്ടനായ ഗംഗാധരൻ വന്ന് ഒരുപാട് ഉപദേശിച്ചു നോക്കിയെങ്കിലും വൈജയന്തിക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല. അലീന ബാലചന്ദ്രൻ്റെ മകളല്ല എന്നുള്ള ആ ഒരു സത്യം വൈജയന്തി ഇപ്പോഴും തിരിച്ചറിയുന്നുണ്ട്. അല്ല, അതവൾ ഉറപ്പിച്ചു പറയുന്നുമുണ്ട്. മകളല്ല, ഒരിക്കലും ബാലചന്ദ്രൻ്റെ മകളല്ല അലീന എന്ന് വൈജയന്തി ആവർത്തിക്കും. അപ്പോഴും ബാലചന്ദ്രൻ്റെ എന്തോ ഒരു രഹസ്യക്കാരിയാണ് അലീന എന്നുള്ള ആ ഒരു വിചാരത്തിലായിരിക്കട്ടോ വൈജയന്തി ഇപ്പോഴും സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഗംഗാധരന് ഭയങ്കര അങ്ങ് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അയാളൊന്നും തന്നെ തുറന്നു പറയാൻ നിൽക്കാതെ അവിടെ നിന്നും ദേഷ്യപ്പെട്ടങ്ങ് ഇറങ്ങിപ്പോവാണ്. പോകുന്ന പോക്കിലും ഗംഗാധരനോട് വൈജയന്തി പറഞ്ഞത്, ആ അലീനയുള്ള വീട്ടിൽ ഞാൻ ഏതായാലും ഉണ്ടാവില്ല എന്നാണ്. അതിപ്പോൾ ബാലചന്ദ്രൻ്റെ ഭാര്യ എന്നുള്ള ആ ഒരു പദവി ഉപേക്ഷിക്കേണ്ടി വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. അലീനയുള്ള വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് തീർത്തും അങ്ങ് പറയാണ് വൈജയന്തി. എൻ്റെ മകളെ ഉപേക്ഷിക്കേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ ജീവൻ തന്നെ പോയാലും എനിക്കൊരു കുഴപ്പമില്ല. അലീന താമസിക്കുന്ന ആ വീട്ടിൽ ഒരിക്കൽ പോലും എനിക്ക് താമസിക്കാനാവില്ല. ഞാനും അവളും കൂടി ഒരേ വീട്ടിൽ ഉണ്ടാവില്ല എന്ന ഉറച്ച തീരുമാനം ആ കിടന്ന കിടപ്പിൽ തന്നെ വൈജയന്തി ഉറപ്പിച്ചു പറയും. ആകെ നിസ്സഹായനായ അവസ്ഥയിലായിരിക്കട്ടെ ഗംഗാധരൻ അവിടെ നിന്നും പോകുന്നത്. വൈജയന്തി ഒരു തരി പോലും താഴ്ന്നു കൊടുക്കുന്നില്ല. ബാലചന്ദ്രനുമായി ഒത്തുപോവാൻ അവൾ തയ്യാറല്ല. അപ്പോൾ അവൾക്ക് തോന്നുന്നത് പോലെ തന്നെ ആവട്ടെ എന്ന് കരുതിയാവാം. എത്ര ഉപദേശിച്ചിട്ടും പെങ്ങൾക്കൊരു കാര്യവും മനസ്സിലാകുന്നില്ല. അലീന അവളുടെ തന്നെ മകളാണെന്നുള്ള കാര്യം പറയാൻ ഗംഗാധരൻ ഇപ്പോൾ നിർവാഹവുമില്ല. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ ഗംഗാധരൻ നേരെ നീലഗിരിയിലേക്ക് തിരിച്ചുപോയി. വൈകാതെ തന്നെ ബാക്കിയുള്ള രണ്ടുപേരും അവരുടെ ജോലികളിലേക്ക് മടങ്ങി. അപ്പോഴും അലീന ആരാണ് എന്ന സത്യം വൈജയന്തി ഒന്ന് മനസ്സിലാക്കണമെന്നുള്ള ഉറച്ച തീരുമാനം തന്നെയായിരുന്നു കേട്ടോ മനു അങ്ങോട്ടേക്ക് തിരക്കിട്ട് കയറി വരികയാണ്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ആൻറ്റിയുടെ ഈ അസുഖമൊക്കെ മാറിക്കഴിഞ്ഞാൽ ആൻറ്റി എന്തായാലും വേറെ വീട് എടുത്തു മാറണമോ അല്ലെങ്കിൽ ഡിവോഴ്സിനെ അപ്ലൈ ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ ആൻറ്റിക്ക് എന്തായാലും ഒരു സൂചന കൊടുക്കണം. താൻ ആരാണെന്നും അലീന ആരാണ് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ സൂചനയെങ്കിലും ആൻറ്റിക്ക് കൊടുക്കണമെന്ന തീരുമാനത്തിലായിരിക്കട്ടോ മനു നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഇതിനിടയിൽ തന്നെ ബബിത വലിയൊരു തന്നെ കുരുക്കിൽ ചെന്ന് ചാടുകയാണ്. അത് നമ്മുടെ ഹരിയുടെ കുരുക്കായിരിക്കും. ഹരി ബബിതയെ അവൻ്റെ പല കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വരാനിരിക്കുന്ന എപ്പിസോഡ് ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോൻ്റെ തൊട്ട് മുൻപായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കേട്ട് നോക്ക്. അങ്ങനെ വൈജയന്തിയെ കാണാൻ വേണ്ടിയിട്ട് മനു ഹോസ്പിറ്റലിലേക്ക് എത്തും. അലീന അപ്പോഴും ബാലചന്ദ്രൻ്റെ വീട്ടിലുണ്ട്. ബാലചന്ദ്രനാണെങ്കിൽ പിന്നീട് ഒരിക്കലും വൈജയന്തിയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൻ്റെ ബില്ലടക്കം എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ വൈജയന്തിയെ നേരിട്ട് കാണാനൊന്നും അയാൾ തയ്യാറാവുന്നില്ല. എന്നെ വഞ്ചിച്ച് അവളെ ഇനി എനിക്ക് കാണാൻ താല്പര്യമില്ല എന്ന് തന്നെയായിരിക്കും ബാലചന്ദ്രൻ എല്ലാവരോടും പറയുന്നത്. അങ്ങനെ മനു അവിടെ വരുമ്പോൾ മനുവിനെ കാണുന്നത് തന്നെ വൈജയന്തിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. കാരണം മനു എപ്പോഴും അലീനയുടെയും ബാലചന്ദ്രൻ്റെയും പക്ഷത്താണല്ലോ. അവരുടെ പക്ഷം ചേർന്നുകൊണ്ടാണല്ലോ മനു എപ്പോഴും സംസാരിക്കുന്നത്. തന്നോട് മനുവിന് ഒരു സഹതാപമുണ്ട് എന്നൊക്കെ വൈജയന്തിക്കറിയാം. എന്നാലും മനു സംസാരിക്കുമ്പോൾ എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് തോന്നും. അതുകൊണ്ട് തന്നെ മനുവിനോട് കൂടുതൽ സംസാരിക്കാനൊന്നും വൈജയന്തി തയ്യാറാവുന്നില്ല. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ എന്താണ് ആൻറ്റി തീരുമാനിച്ചിരിക്കുന്നത്? ആൻറ്റി എങ്ങോട്ടേക്ക് പോകാനാണ് പ്ലാൻ എന്ന് ചോദിക്കും. അതൊക്കെ നീ എന്തിനായി പറയുന്നത്? എന്തായാലും കുറച്ച് ദിവസം കൂടി ഞാൻ ഇങ്ങനെ തന്നെ ഈ ഒരു കിടപ്പ് കിടക്കേണ്ടേ? അപ്പോൾ പിന്നെ എങ്ങോട്ടേക്ക് പോയാലും എന്താ പ്രശ്നമെന്ന് തിരിച്ചടിച്ച് കടുപ്പിച്ച് ചോദിക്കാട്ടെ വൈജയന്തി. അല്ല, ഇപ്പോൾ അങ്കിളുമായിട്ട് എല്ലാ രീതിയിലും കോംപ്രമൈസ് ആയല്ലോ. ബാലചന്ദ്രൻ അങ്കിളുമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻറ്റിക്ക് കടപ്പാട്ടൂർ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അവിടെയാണെങ്കിൽ ആൻറ്റിയെ നോക്കാൻ അലീന ഉണ്ടാവും. അല്ലാതെ കൊല്ലപ്പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആൻറ്റിയെ ശുശ്രൂഷിക്കാൻ അവിടെ ആരും നിന്നെ ഉണ്ടാവില്ല എന്ന് ആൻറ്റിക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ. ഏറ്റവും നല്ല കടപ്പാട്ടൂർ വീട്ടിലേക്ക് ചെല്ലുന്നത് തന്നെയാണ് എന്ന് പറയാണ് മനു. അലീന ആൻറ്റിയെ നന്നായിട്ട് തന്നെ നോക്കിക്കോളും. അതുകൊണ്ട് തന്നെ ആൻറ്റിക്ക് പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കാനും പറ്റും. അതല്ല, വാശിയും ദേഷ്യവും ഒക്കെ പിടിച്ചു വെക്കുകയാണെങ്കിൽ ആൻറ്റിക്ക് ഈ കിടപ്പ് തന്നെ കുറേ കാലം കൂടി തുടരേണ്ടി വരുമെന്നൊക്കെ മനു ഓർമ്മിപ്പിക്കും. അപ്പോൾ വൈജയന്തിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും അങ്ങ് ദേഷ്യം വരികയാണ്. അപ്പോൾ വൈജയന്തി പറഞ്ഞിട്ട്, നിനക്കെങ്കിലും എപ്പോഴും അവളുടെ സുഖവിവരം അന്വേഷിക്കാനും അവളുടെ പൊക്കി പറയാനുമാണല്ലോ നേരം. നീ എപ്പോഴെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ മക്കളുടെ കാര്യം നീ ആലോചിച്ചിട്ടുണ്ടോ? നീ എന്തറിഞ്ഞിട്ടാണ് അവളെ ഇങ്ങനെ പുകഴ്ത്തി വാഴ്ത്തി സംസാരിക്കുന്നത്? അലീന ബാലചന്ദ്രൻ്റെ മകളാണെന്ന് കരുതിയിട്ടാണോ നിങ്ങളൊക്കെ ഈ പൊട്ടം കളിക്കുന്നത്? അയാൾ നിങ്ങളെല്ലാവരെയും മണ്ടന്മാരാക്കുകയാണ്. അതിപ്പോഴും നിനക്കും മനസ്സിലായിട്ടില്ല. നിന്റെ അമ്മാവന്മാർക്കോ അച്ഛനോ പോലും ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞിട്ടില്ല. നീ എന്താ കരുതിയത്? അലീന ബാലചന്ദ്രൻ്റെ സ്വന്തം മകളാണെന്നോ? ഒരിക്കലും അതിന് ചാൻസ് ഇല്ല മനു.
ബാലചന്ദ്രൻ്റെ മകളാണ് അലീന എന്ന ആ ഒരു മണ്ടത്തരം വിശ്വസിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. അതിന് ഞാൻ തയ്യാറുമല്ല. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാടധികം വിഷമം തോന്നി. ആ ഒരു സങ്കടത്തിലാണ് ഞാൻ കാറെടുത്ത് ഇറങ്ങിപ്പോന്നത്. പക്ഷേ ഇപ്പോൾ അത് ആലോചിച്ചു നോക്കുമ്പോൾ അതിനൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കാരണം അലീനെ പറ്റി പറഞ്ഞ് ഞാൻ പലപ്പോഴും പല രീതിയിലും അവളെ അച്ഛന് സഹിക്കാൻ പറ്റാത്ത രീതിയിലടക്കം കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം ഞാൻ അവളെ ദ്രോഹിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരു വാക്ക് പോലും മിണ്ടാതെ മാറി നിന്ന ബാലചന്ദ്രന് പെട്ടെന്ന് എങ്ങനെയാണ് അലീന തൻ്റെ മകളാണ് എന്നൊരു ഓർമ്മ വന്നത്? അപ്പോൾ അയാൾ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ്. അയാൾ വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ വെറും പൊട്ടക്കഥകളാണത് എന്നൊക്കെ പറയട്ടെ വൈജയന്തി. അല്ലാതെ അലീന ബാലചന്ദ്രൻ്റെ മകളൊന്നുമല്ല. അയാളുടെ രഹസ്യക്കാരിയായിരിക്കും അവള്. അതെ, അതെനിക്ക് ബോധ്യമായി. അങ്ങനെ എന്നോട് ആ ഒരു കാര്യം തുറന്ന് സമ്മതിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അയാൾ ഇങ്ങനൊരു കള്ളക്കഥ ഉണ്ടാക്കിയത്. അങ്ങനെ അയാളും അവളും കൂടി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാടകം കളിക്കാണ്. ആ നാടകം കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഇനിയും കടപ്പാട്ടൂർ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നാണോ നീ പറയുന്നത് എന്നൊക്കെ ചോദിക്കട്ടെ വൈജയന്തി. തനിക്ക് എങ്ങനെ അത് പറയാൻ തോന്നി മനു? ഇനിയിപ്പോൾ മകളാണെങ്കിൽ തന്നെ 23 വർഷം മുൻപ് അയാൾ എന്നെ ചതിക്കുകയല്ലേ ചെയ്തത്. ആ ചതിയിലുണ്ടായ മകളെയും കൊണ്ട് ആ വീട്ടിൽ താമസിപ്പിക്കാൻ അയാൾക്ക് എങ്ങനെ മനസ്സ് വന്നു? അതെനിക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. മനു പറയുന്നത് ശരിയാണ് ആൻറ്റി. ആൻറ്റിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ്. ഇനി അങ്കിളുടെ മകൾ തന്നെയാണ് അലീന എന്ന് അങ്കിൾ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. അവൾ അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണെങ്കിൽ പോലും ആൻറ്റിക്കൊന്നും തന്നെ പറയാൻ പറ്റില്ല. കാരണം കടപ്പാട്ടൂർ ബാലചന്ദ്രൻ അങ്കിളുടെ വീടാണത്. അവിടെ നമുക്ക് ഒന്നും തന്നെ ചോദ്യം ചെയ്യാനും പറ്റില്ല. ആൻറ്റി അവളെ മകളായിട്ട് തന്നെ സ്വീകരിക്കുക, സ്നേഹിക്കുക. അലീനക്ക് എന്താണൊരു കുറവുള്ളത്? അലീന നിങ്ങളെല്ലാവരെയും പൊന്നുപോലെയല്ലേ നോക്കുന്നത്? അവൾ എന്തെങ്കിലും ഉപദ്രവം ആൻറ്റിക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞ് ആൻറ്റിയെ ദ്രോഹിക്കാൻ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ആൻറ്റി പറയുന്നതൊക്കെ മിണ്ടാതെ കേട്ടു നിൽക്കുക എന്നല്ലാതെ അവൾ എന്തെങ്കിലും തിരിച്ചു പറയാറുണ്ടോ? ചിലപ്പോൾ ആ കലിപ്പിന് വല്ലതും പറഞ്ഞു കാണും. അതൊക്കെ ആൻറ്റിക്കൊരു ദ്രോഹവും അവൾ ചെയ്തിട്ടില്ല. ബബിതക്കോ രോഹിത്തിനോ അവൾ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? മുത്തശ്ശിയെ അവൾ എത്ര നന്നായിട്ടാണ് നോക്കുന്നത്. ഇതൊക്കെ പോരെ ആൻറ്റി. ആൻറ്റി വെറുതെ അവളെങ്ങനെ തോണ്ടി തോണ്ടി ഉപദ്രവിക്കല്ലേ ചെയ്തിട്ടുള്ളൂ. അവളുടെ പിന്നാലെ നടന്ന് ആൻറ്റി അവളെ എത്രമാത്രം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പകരമായിട്ട് അവൾ അവിടെ നിന്നും ആട്ടിപ്പായിക്കാമെന്നാണോ ആൻറ്റി വിചാരിച്ച് വെച്ചിരിക്കുന്നത്? അലീന അങ്ങനെയുള്ളൊരു പെണ്ണൊന്നുമല്ല. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ആൻറ്റി എത്ര നന്നായി നോക്കാൻ പറ്റുമോ അത്രയും നന്നായി തന്നെ അവൾ ആൻറ്റിയെ പരിചരിക്കുമെന്ന് മനു പറയുമ്പോൾ വൈജയന്തി പറയുന്നത്, അവൾ എന്നെ നോക്കണ്ട. അവൾ നോക്കിയിട്ട് എനിക്കങ്ങനെ എഴുന്നേറ്റ് നടക്കേ വേണ്ട. എനിക്ക് തിരിച്ചു വരണ്ട എന്ന് ഉറപ്പിച്ചു തന്നെ പറയട്ടെ വൈജയന്തി. ആൻറ്റി ഇങ്ങനെ വാശി പിടിക്കരുത്. എന്തിനാ ആൻറ്റി ഇങ്ങനെ അഹങ്കാരവും വാശിയൊക്കെ കൊണ്ട് നടക്കുന്നത്? ആൻറ്റിയോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇപ്പോൾ ബാലചന്ദ്രൻ അങ്കിൾ 23 വർഷം മുൻപ് ആൻറ്റിയെ ചതിച്ചു, വഞ്ചിച്ചു എന്നൊക്കെ ആൻറ്റി പറഞ്ഞല്ലോ. ഇത്രയും കാലം അങ്കിൾ ആൻറ്റിയെ പറ്റിക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആൻറ്റി അത്രമാത്രം പെർഫെക്റ്റ് ആയിരുന്നോ? ആൻറ്റിക്കൊരു തെറ്റും സംഭവിച്ചിട്ടില്ലേ? ആൻറ്റിക്ക് അത് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് മനു. എല്ലാ കഥകളും എല്ലാവർക്കും അറിയാം. ഒരുവിധം എല്ലാവരും അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ആൻറ്റി വലിയ പെർഫെക്റ്റ് ആണെന്ന് കരുതി ഓരോ വർത്തമാനം പറയാനൊന്നും നിൽക്കണ്ട. ആൻറ്റിക്ക് ആഗ്രയിൽ വെച്ച് എന്തൊക്കെ സംഭവിച്ചു, ആൻറ്റിയുടെ പാസ്റ്റ് എന്തായിരുന്നു, അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ആൻറ്റി കല്യാണത്തിന് മുൻപേ തന്നെ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകിയിരുന്നുവെന്നും ആ കുട്ടിയെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചു എന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലോണം അറിയാമെന്നൊരു സൂചന പോലെ പറയാണ് മനു. ഇനിയിപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു, ആരോട് ചോദിച്ചു എന്നൊന്നും ആൻറ്റി ഓർക്കണ്ട. എനിക്കിതൊക്കെ തന്നെ പണ്ടേ അറിയാവുന്ന കാര്യങ്ങളാണ്. വേറെ ആരുമല്ല, മുത്തശ്ശൻ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്നും കൂടി ആൻറ്റി ഒന്ന് ചിന്തിക്കണമായിരുന്നു. ആൻറ്റിക്ക് ബാലചന്ദ്രൻ അങ്കിളിനെ കുറ്റപ്പെടുത്താനോ ഉപദേശിക്കാനോ ഒട്ടും തന്നെ യോഗ്യതയില്ല. കാരണം ആൻറ്റി അതേപോലെ തന്നെ തെറ്റുകളൊക്കെ ചെയ്ത ആളാണ്. ആൻറ്റിയുടെ മകൾ മരിച്ചുപോയി എന്നാണ് ആൻറ്റി ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അതങ്ങ് തിരുത്തിക്കോളൂ ആൻറ്റി. ആൻറ്റിയുടെ മകൾ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. അത് അന്നത്തെ ആ ഒരു സിറ്റുവേഷനിൽ ആൻറ്റി മറ്റൊരു കല്യാണത്തിന് തയ്യാറാവാൻ വേണ്ടിയിട്ട് മുത്തശ്ശനും രാഘവൻ അമ്മാവനും എല്ലാവരും ചേർന്നിട്ട് ആൻറ്റിയോട് നുണ പറഞ്ഞതാണ്. അല്ലാതെ ആ കുട്ടി മരിച്ചു പോയിട്ടൊന്നുമില്ല. ആ കുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ട്. നമ്മൾക്ക് എല്ലാവരുടെയും കൺമുന്നിൽ തന്നെ അവളുണ്ട്. അതുകൊണ്ട് ആൻറ്റി ഒന്ന് അടങ്ങുന്നത് നല്ലതായിരിക്കും. അവൾ ഏത് നിമിഷം വേണമെങ്കിലും ആൻറ്റി അന്വേഷിച്ച് വന്നേക്കാം. ഇതെൻ്റെ അമ്മയാണെന്ന് അവൾ വിളിച്ചു പറയുകയും ചെയ്യും. തെളിവുകൾ സഹിതം തന്നെ അവൾ ആൻറ്റിയുടെ അടുത്തേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആൻറ്റിയുടെ മകളുടെ മുന്നിലൊക്കെ ആൻറ്റി ശരിക്കും അങ്ങ് നാണം കെട്ടു പോവും. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണ്ട എന്നുണ്ടെങ്കിൽ ആൻറ്റി ഒന്ന് അടങ്ങുന്നത് നല്ലത് തന്നെയാണ്. ഇനിയും ബാലചന്ദ്രൻ അങ്കിളിനോട് ദേഷ്യവും വാശിയും ഒക്കെ കാണിക്കാനാണ് പ്ലാനെങ്കിൽ, ഒരു യുദ്ധത്തിന് തയ്യാറായിട്ടാണ് ആൻറ്റി ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് എങ്കിൽ എനിക്കിനി പലതും പലവരോടും തുറന്നു പറയേണ്ടി വരും. ആൻറ്റിയെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതൊരിക്കലും ഒരു ഭീഷണിയൊന്നുമല്ല. ആൻറ്റി എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും.
ബാക്കിയുള്ളവരെയൊക്കെ കുറ്റപ്പെടുത്താനും ശിക്ഷ വിധിക്കാനും ഒക്കെ മുൻപ് സ്വന്തം കാര്യമൊന്ന് നോക്കണം. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പോരടിക്കുമ്പോൾ ഇടയിൽ പെട്ടുപോകുന്നത് നിങ്ങളുടെ മക്കളാണ്. കൃഷ്ണമോളുടെ കാര്യം വിടാം, ബാക്കി രണ്ടുപേരും വഴി തെറ്റിപ്പോവുകയാണ്. ബബിത ഏത് വഴിക്ക് പോകുന്നു എന്ന് അവൾക്ക് പോലും അറിയില്ല. രോഹിതാണെങ്കിൽ ഹരിയുടെ കൂടെ കൂടി ഓരോ കൂട്ടുകെട്ടിൽപ്പെട്ട് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ആൻറ്റി ഒന്ന് മനസ്സിലാക്കണം. കുട്ടികളാണ്, അവരേതെങ്കിലും മോശം വഴിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല ആൻറ്റി. ആൻറ്റിക്ക് പറ്റിയ വലിയൊരു അബദ്ധം ബബിതയ്ക്ക് പറ്റരുത്. നിങ്ങൾ ഒരുമിച്ച് തന്നെ നിൽക്കണം. പല കാര്യങ്ങളും പരസ്പരം ക്ഷമിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം. ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റാത്തതായിരിക്കാം. പക്ഷേ 23 വർഷം കഴിഞ്ഞില്ലേ, എല്ലാം വിട്ടുകളയണം. ആൻറ്റിയെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. എന്നേക്കാൾ ജീവിതം കണ്ട ആൾ തന്നെയാണ് ആൻറ്റി. ആൻറ്റിക്ക് ഇനിയും ചിന്തിക്കാൻ സമയമുണ്ട്. ഇവിടെ നിന്നും തിരികെ പോകുമ്പോൾ അങ്കിളിനോട് ക്ഷമിച്ച് അയാളെ ദ്രോഹിക്കാനോ ദേഷ്യം പിടിപ്പിക്കാനോ ഒന്നും ആൻറ്റി നിൽക്കാതിരുന്ന നിങ്ങളുടെ കുടുംബം നന്നായി പോകും. ബാലചന്ദ്രൻ അങ്കിൾ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിക്ക് പിന്നെ എന്ത് സംഭവിക്കുമെന്നോ എന്ന് ആലോചിച്ചു നോക്ക്. പിന്നെ ഒരാളുടെ മുന്നിലും ആൻറ്റിക്ക് ഈ അഹങ്കാരം കാണിക്കാൻ പറ്റില്ല. വൈജയന്തി എന്ന് പറഞ്ഞ് ഇത്രയും നാൾ കൊണ്ടു നടന്ന ആ ഒരു ഗെറ്റപ്പ് ഒറ്റടിക്കങ്ങ് ഇല്ലാതാവും. എല്ലാം ആൻറ്റിക്ക് തീരുമാനിക്കാം. കുടുംബമാണോ മക്കളാണോ അതോ സ്വന്തം വാശിയും അഹങ്കാരമാണോ വലുത് എന്ന്. ഏതായാലും ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മനു അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവാണ്. ഒരു ഇടിമിന്നൽ പോലെ, അല്ലെങ്കിൽ ശരിക്കും ഞെട്ടിച്ചതുപോലെയാണ് ആ കിടന്ന കിടപ്പിൽ അങ്ങ് വൈജയന്തി ഇതെല്ലാം കേട്ട് തീർന്നു പോയതുപോലെ കിടക്കുകയാണ്. വൈജയന്തിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. തൻ്റെ മകൾ ഇപ്പോഴും ജീവനോടെയുണ്ട്, തൻ്റെ മുന്നിൽ തന്നെയുണ്ട്. ആ സത്യം മനു മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി വേറെ ആരൊക്കെ ഈ ഒരു സത്യം അറിഞ്ഞിട്ടുണ്ടാവുമെന്ന പേടി വൈജയന്തിയുടെ മുഖത്തും മനസ്സിലും പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് താഴ്ന്നു കൊടുക്കണോ എന്നുള്ള ആലോചനയായിരിക്കട്ടെ വൈജയന്തി. പിന്നെ മക്കളുടെ കാര്യം, തനിക്ക് പറ്റിയ തെറ്റ് ബബിതയ്ക്ക് സംഭവിക്കുമെന്ന് മനു പറഞ്ഞപ്പോൾ ബബിതയുടെ പോക്ക് ശരിയല്ല എന്നും വൈജയന്തി തിരിച്ചറിഞ്ഞു. അങ്ങനെ എല്ലാം ചിന്തിച്ച് ആകെ പേടിച്ച് വിഷമിക്കുന്ന വൈജയന്തിയാണ് കേട്ടോ പിന്നീട് കാണാൻ കഴിയുന്നത്. മനു ഒരു സൂചന കൊടുത്തിട്ടാണ് പോയത്. ബാക്കി ആർക്കും കൊടുക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു സൂചന വൈജയന്തിയെ വാക്കുകൊണ്ട് ഒതുക്കാൻ തന്നെ മനുവിന് സാധിച്ചു. മനുവിൻ്റെ വാക്കെല്ലാം കേട്ട് മരവിച്ച് കിടന്ന വൈജയന്തിയുടെ ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് തന്നെയായിരുന്നു. മനു പറഞ്ഞ ആ ഒരു സൂചന, തൻ്റെ മകൾ ജീവനോടെ ഉണ്ട് എന്ന ആ ഒരു സത്യം അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ തന്നെ തകർത്ത് കളഞ്ഞു. ആ രാത്രി ആശുപത്രിയുടെ ഏകാന്തതയിൽ അവർ പഴയ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഓർത്തെടുത്തു. ആഗ്രയിലെ ആ തണുപ്പുള്ള രാത്രിയും ആരും അറിയാതെ താൻ പെറ്റുകൂട്ടിയ ആ ഒരു കുഞ്ഞിൻ്റെ കരച്ചിലും അവളുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. തൻ്റെ മകൾ ജീവനോടെ ഉണ്ടെങ്കിൽ അവൾ ആരായിരിക്കും? മനു പറഞ്ഞത് അവൾ തൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ട് എന്നാണല്ലോ. ഓരോ നിമിഷവും ഓരോ മുഖങ്ങൾ വൈജയന്തിയുടെ മനസ്സിലൂടെ കടന്നുപോയി. പക്ഷേ അലീന മാത്രം ആ ഒരു മനസ്സിലേക്ക് വന്നില്ല. പിറ്റേന്ന് രാവിലെ ആശുപത്രിയിൽ ഡിസ്ചാർജ് നടപടികൾ നടക്കുമ്പോൾ വൈജയന്തിയുടെ ആ ഒരു പഴയ ഗർവ് എവിടെയോ പൊഴിഞ്ഞു പോയതുപോലെ തോന്നി. ഗംഗാധരൻ വന്നപ്പോൾ അവർ പതിവിലും ശാന്തമായിരുന്നു. കടപ്പാട്ടൂരിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് അവർ സമ്മതിച്ചപ്പോൾ ഗംഗാധരൻ പോലും ഒന്ന് അമ്പരന്നു. അവിടെ അവളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അലീന കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പഴയ വൈജയന്തിയായിരുന്നുവെങ്കിൽ അലീനെ കാണുമ്പോൾ തന്നെ ശാപവാക്കുകൾ അങ്ങ് ചൊരിഞ്ഞേനെ. എന്നാൽ ഇന്ന് അലീനയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അവർക്ക് ഭയം തോന്നി. അലീനയുടെ കണ്ണുകളിലെ തിളക്കം തൻ്റെ അതേ കണ്ണുകളാണോ? അവളുടെ സംസാര ശൈലിക്ക് തൻ്റെ വീട്ടുകാരുമായിട്ട് സാമ്യമുണ്ടോ? വൈജയന്തിയുടെ ഉള്ളിൽ ഒരു സംശയത്തിൻ്റെ വിത്ത് മുള പൊട്ടി. അതേസമയം മനു പറഞ്ഞതുപോലെ തന്നെ ബബിതയുടെ കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹരി അവളെ ഉപയോഗിച്ച് ബാലചന്ദ്രൻ്റെ ബിസിനസ് രഹസ്യങ്ങളൊക്കെ ചോർത്താൻ ശ്രമിച്ചു. ബബിതയ്ക്ക് ഹരിയോടുള്ളത് പ്രണയമല്ല എങ്കിലും ഹരിക്കത് വെറും ഒരു ചതുരംഗക്കളി മാത്രമായിരുന്നു. ബബിതയെ പല പ്രാവശ്യമായിട്ട് ഹരി ഉപയോഗിക്കുന്നുണ്ട്. രോഹിത്താണെങ്കിൽ ഹരിയുടെ കൂടെ രാത്രികാലങ്ങളിൽ കറങ്ങി നടക്കുകയും ലഹരിക്കും മറ്റും കെണിയിൽപ്പെട്ടു തുടങ്ങിയിരുന്നു. വീട്ടിലെ അസ്വസ്ഥതകൾ അവരെ രണ്ടുപേരെയും പുറം ലോകം ചതിക്കുഴിയിലേക്ക് തള്ളിവിട്ടു. കടപ്പാട്ടൂര് വീട്ടിലെത്തിയ വൈജയന്തി അലീനയുടെ ഓരോ നീക്കവും നിരീക്ഷിച്ചു തുടങ്ങി. അലീന അവരെ ഒട്ടും വെറുക്കാതെ ഒരു മകൾ അമ്മയെ നോക്കുന്നത് പോലെ തന്നെ സ്നേഹത്തോടെയും കരുതലോടെയും പരിപാലിച്ചു. ആ സ്നേഹം വൈജയന്തിയുടെ കഠിന മനസ്സിനെ പതുക്കെ അലിയിച്ചു തുടങ്ങി. ഒരു ദിവസം അലീനയുടെ മുറി വൃത്തിയാക്കുന്നതിൽ തന്നെ വൈജയന്തിയുടെ കണ്ണിൽ അവളുടെ പഴയൊരു ഫോട്ടോ ഉടക്കി. ആ ഫോട്ടോക്ക് പിന്നിൽ തൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ആ ഒരു ഓർഫണേജിലെ സീലും ഉണ്ടായിരുന്നു. അത് കണ്ടതോടുകൂടി തന്നെ വൈജയന്തിയുടെ നെഞ്ചു പിടച്ചു. തൻ്റെ മകൾ മറ്റാരുമല്ല. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ തൻ്റെ കൺമുന്നിൽ തന്നെയുണ്ടവൾ. താൻ ഇത്രയും കാലം വെറുത്ത അലീന തന്നെയാണോ തൻ്റെ മകൾ എന്ന് വൈജയന്തിയിൽ സംശയമുണ്ടാക്കി. അങ്ങനെ ആ ഒരു സത്യം ഏകദേശം ഉറപ്പായിരുന്നു. സത്യം തിരിച്ചറിഞ്ഞ വൈജയന്തി വലിയൊരു മാനസിക സംഘർഷത്തിലായി. ഒരു വശത്ത് ബാലചന്ദ്രനോടുള്ള കുറ്റബോധം, മറ്റു വശത്ത് സ്വന്തം മകളോട് ഇത്രയും കാലം താൻ കാണിച്ച ക്രൂരതകൾ. ഇതിനിടയിൽ ഹരിയുടെ ചതി തിരിച്ചറിഞ്ഞ ബബിത ആകെ തകർന്നു പോയിരുന്നു. അവൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തി. രോഹിത്തിനെയും ഹരിയുടെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അലീനയും മനുവും മുന്നിട്ടിറങ്ങി. അവസാനം മക്കളുടെ ഭാവി ഓർത്തുകൊണ്ടും സ്വന്തം തെറ്റുകൾ തിരുത്താനും വേണ്ടി വൈജയന്തി എല്ലാ അഹങ്കാരങ്ങളും വെടിഞ്ഞുകൊണ്ടതിന് ബാലചന്ദ്രൻ്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ഒക്കെ ഉണ്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ